നാടും നഗരവുമെല്ലാം ഫുട്ബോൾ ആവേശത്തിലാണ്. പൂപ്പാനി നായാട്ടുകാവ് കാവുംപുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളുടെ ഒരു ആവേശവും കൂട്ടായ്മയൊക്കെയാണ്. മുതിർന്നവരുടെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ അത് എല്ലാ മത്സരക്കാരുടെയും ജേഴ്സിയൊക്കെ അണിഞ്ഞ് വളരെ ആവേശത്തോടു കൂടിയാണ് ഇവർ. എല്ലാ ടീമുണ്ട്. ശരിക്കും കായിക മത്സരങ്ങളിൽ നിന്നൊക്കെ വിട്ട് കുട്ടികൾ നിൽക്കുമ്പോൾ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. കുട്ടികൾ ഈ ഒരു കായിക രംഗത്തേക്കൊക്കെ കടന്നു വരിക എന്നുള്ളത്. ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടീം? അർജന്റീനയാണോ ബ്രസീലാണോ? എല്ലാ ടീമും ഇതിലുണ്ട്. എല്ലാവരും അവരവരുടെ ജേഴ്സിയൊക്കെ ആണെങ്കിൽ വളരെ ആവേശത്തിൽ തന്നെയാണ്. ആര് ജയിക്കും? അവര് ഈ ഒരു നാട്ടില് അവരുടെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്ര ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഫുട്ബോൾ മത്സരത്തെ വരവേറ്റിരിക്കുന്നത്. വളരെ ആവേശത്തോടു കൂടി അതിന് മുതിർന്നവരെല്ലാം തന്നെ ഈ കുട്ടികൾക്ക് സപ്പോർട്ടായിട്ട് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാലത്തിലും ഏതൊരു വർഷമായാലും നമുക്ക് നാടും നഗരവും ഒരു ഉത്സവ പ്രതീതി അത് നിറച്ചു തന്നിരിക്കുന്ന ഒരു ഉത്സവ പ്രതീതി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു കാലമാണ്. ഇവിടെ സംബന്ധിച്ച് ഇപ്പോൾ കാവുംപുറം നായാട്ടുകാവ് നമ്മുടെ ഈ ജംഗ്ഷനിലും നമ്മൾ എല്ലാ ടീമും ഉണ്ടെങ്കിലും എല്ലാവരും ഉണ്ട്. അർജൻറ്റീന ഫാൻസ് ഉണ്ട്, പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്, ഇംഗ്ലണ്ട് ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്, നെതർലാൻഡ്സ് ഫാൻസ് ഉണ്ട്. എല്ലാ ടീമിൻ്റെയും ഫാൻസ് ഇവിടെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മളൊരു നല്ല കളിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ വേൾഡ് കപ്പ് ഈ തവണ ഏത് ടീം തൂക്കും എന്നതിനേക്കാളും ഉപരി ഏറ്റവും നല്ല കളി, ഏറ്റവും നല്ല ടീം അത് മുൻനിരയിൽ എത്തുമ്പോൾ ഏറ്റവും നല്ല വിജയം അത് ഈ നാടിൻ്റെയും നഗരത്തിൻ്റെയും ഫുട്ബോളിൻ്റെയും മൊത്തത്തിലുള്ളൊരു വിജയമാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാവരും അവരുടെ ചെറുപ്പകാലങ്ങളിൽ ഫുട്ബോൾ തട്ടിക്കൊണ്ട് നടന്നവരാണ്. ഇനി താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെക്കാളും ഒരുപാട് ഇളയവരായിട്ടുള്ള ഞങ്ങളുടെ അനിയന്മാരുണ്ട്, കൊച്ചു കുട്ടികൾ വരെയുണ്ട്. അവർക്കും നാളെയും ഇത് തുടർന്ന് ഒരു ഫുട്ബോൾ മാമാങ്കത്തിലേക്ക്, ഫുട്ബോളിൻ്റെ വളർച്ചയിലേക്ക് ഇത് നയിക്കട്ടെ. നമ്മളെല്ലാ തവണയും കഴിഞ്ഞ വർഷം നമ്മളിവിടെ മെസ്സിയുടെ ഒരു കട്ടൗട്ട് വെച്ചിരുന്നു, പല ഫ്ലെക്സുകൾ വെച്ചിരുന്നു. ഇവിടെ ഫുട്ബോളിൻ്റെ ഒരു ക്ലബ്ബുണ്ട്. നമ്മളിത് എല്ലാ വർഷവും നമ്മളിത് ആഘോഷിക്കുന്നതാണ്. എല്ലാ വേൾഡ് കപ്പിൻ്റെ വർഷങ്ങളിലും നമ്മളിത് ആഘോഷിക്കുന്നതാണ്. തുടർന്ന് അങ്ങോട്ടും ഇവിടെ ഫുട്ബോൾ ഉണ്ടാവും. ഞങ്ങളില്ലെങ്കിലും ഫുട്ബോളിൻ്റെ ആഘോഷങ്ങളുണ്ടാവും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർജന്റീന ഈ തവണ കപ്പ് കൊണ്ടുപോകും. അത് തന്നെ, അർജന്റീന ഈ തവണ കപ്പ് നേടും. ഈ തവണ ഫ്രാൻസാണ് കപ്പ് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ്. പക്ഷേ ഈ വർഷം എല്ലാവരും വ്യക്തിവിരോധമില്ലാതെ എല്ലാവരും ഒറ്റ ടീമായിട്ട് ഒരേ ഫ്ലെക്സാണ്. 4 ടീമിൻ്റെ ഒരു ഫ്ലെക്സായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നടത്തുന്നത്. ചെറിയ ചെറിയ ഫ്ലെക്സുകൾ 4 5 ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ തവണ വ്യക്തിവൈരാഗ്യം വേണ്ട എന്നുള്ളത് നാട്ടിലെ ഗ്യാങ് എന്നുള്ള പേരിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുതൽ സാഹോദര്യത്തോടു കൂടി ഈ തവണ നടത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലം ഇതല്ലായിരുന്നു, 80 കാലങ്ങളിലായിരുന്നു. അന്ന് മറഡോണയുടെയും റൊണാൾഡോയുടെയൊക്കെ കാലമായിരുന്നു. അന്ന് പല വീടുകളിലൊക്കെ പോയി TV കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇവിടെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് TV ഇത് അറേഞ്ച് ചെയ്ത് പ്രൊജക്ടർ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെയും ഇതിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തീരുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം ഇവിടെ അങ്ങനെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് മാത്രം ഇന്ന് വരെ അങ്ങനെ ഒരു ഇത് വരേണ്ട വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഇങ്ങനെയുള്ള ഇതിൽ താല്പര്യമുള്ളത് കൊണ്ടാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ കുഞ്ഞു പിള്ളേർ പോലെ വലിയ ആൾക്കാർ വരെ അതിനകത്തുണ്ട്. എല്ലാവരോടും ഒരുമിച്ച് ഒരു ഇതായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ വളരെ ചെറിയൊരു സെറ്റപ്പിലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു മിനിമം ഇതിലാണ് നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് ഇത്രയും പോകുന്ന സ്പേസിലാണ് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ 2025 നാഷണൽ ലെവൽ കിക്ക് ബോക്സിംഗ് 60 കിലോയിൽ ഗോൾഡ് മെഡലും 2026 ഡൽഹിയിൽ വെച്ച് നടന്ന ഓപ്പൺ ഇന്ത്യ ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 57 കിലോയിൽ ഗോൾഡ് മെഡൽ നേടിയ അനന്തു പ്രദീപും ഈ ആവേശത്തിൽ പങ്കുചേരാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. 2026 ഓഗസ്റ്റിൽ അഹമ്മദാബാദിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ
മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അനന്തു പ്രദീപ്. ഛത്തീസ്ഗഡിൽ വെച്ചായിരുന്നു. ഒരു 4 ദിവസത്തെ പരിപാടിയായിരുന്നു. അത് നല്ല കളിയായിരുന്നു. എല്ലാവരും നല്ല ഒപ്പോണൻസ് ആയിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കളിക്കാരുണ്ടായിരുന്നു. നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? നാട്ടിൽ നിന്ന് കുറേ സപ്പോർട്ട് കിട്ടി. ലിബിഞ്ചേട്ടനും അങ്ങനെ കുറേ പേരൊക്കെ സഹായിച്ചാണ് പോയത്. പിന്നെ ഇൻ്റർനാഷണൽ പോയി ഡൽഹിയിൽ, അതും ഇവരൊക്കെ സഹായിച്ച് തന്നെയാണ് പോയത്. അതിന്റെ റിസൾട്ട് പറ. അതിനും ഗോൾഡ് തന്നെയാണ് അടിച്ചത്. ഗോൾഡ് മെഡലാണ് 2 ഇതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ചേട്ടന്മാർ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിരുന്നു. ആദ്യം ഞങ്ങൾ ഇത്രയും നല്ല രീതിയിൽ പോകുന്ന പ്രതീക്ഷയില്ല. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അന്ന് ഇത് കെട്ടാൻ നേരത്തെ ആദ്യം പിള്ളേരുമായിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ചേട്ടന്മാരുടെ ഒക്കെ സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു. രാജേഷനൊക്കെ ഏറ്റവും അവസാനം വരെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായി. അതുപോലെ കുറേ പേര് ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലബിൻ്റെ പേരിൽ നന്ദി പറയണം. ഫ്രെയിം അടിച്ചു തന്നത് പ്രവീൺ ചേട്ടനാണ്. പ്രവീൺ ചേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല. പുള്ളിയോടുള്ള നന്ദി പറയണം. ക്യാമറമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.